ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക നടത്തിയ അതിരൂക്ഷമായ ആക്രമണം ഇറാനെ വല്ലാതെ പൊള്ളിച്ചു കളഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ 20ഓളം കേന്ദ്രങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങൾക്കാണ് കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്ക തുടക്കം കുറിച്ചത്. അതിനുശേഷം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇറാൻ അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത. അതായത് ഇറാൻ ഇനി തുടങ്ങുകയാണ്. ഇറാൻ ശക്തമായി സകല ഇടങ്ങളിലേക്കും തിരിച്ചടിക്കും. ഇനി ഞങ്ങൾ യുദ്ധം ആരംഭിക്കുകയാണ്, നിങ്ങൾ നിർത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുകയാണ് ഇറാൻ. ട്രംപ് ഒരു സംഹാര താണ്ഡവം നടത്തി ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് യുദ്ധം നിർത്തുമ്പോൾ ഇറാൻ ആ ചൊൽപ്പടിക്ക് നിൽക്കുമെന്നായിരുന്നു ട്രംപ് കരുതിയത്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഇറാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കി തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ജോർദാനിലെ US സേനയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തേക്കുമൊക്കെ നിരവധി തവണ കൂട്ടമായി മിസൈലുകൾ അയച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിൻ്റെ പല ദൃശ്യങ്ങളും പല സ്ഥിരീകരണങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്യന്തികമായി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ തകർന്നു, തളർന്നു, ഇല്ലാതായി, ഇറാൻ്റെ മിസൈൽ ശേഷി ഇല്ലാതായി, ഇറാൻ യുദ്ധം ചെയ്യാൻ കഴിവില്ല എന്നൊക്കെ ട്രംപും ചങ്ക് ബിബിയും പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും വെറും നുണകളായിരുന്നു എന്ന് തെളിയുകയാണ്. ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളും വലിയ ഭീതിയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇസ്രായേൽ ലെബനനിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിക്കുകയും 17 പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ട് ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അമേരിക്ക ഇറാന് നേരെ കടന്നാക്രമണം നടത്തിയതോടെ ഇനി തങ്ങൾക്ക് തോന്നിയത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ലഭിച്ചതുപോലെയാണ് ഇസ്രായേൽ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാന് നേരെ ആക്രമണങ്ങൾ നടത്തിയ ശേഷം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമാകുന്ന വിധത്തിലേക്ക് ലെബനനിലേക്ക് ആക്രമണം ആരംഭിച്ചത്. നോക്കുക, അൽ ജസീറയുടെ വാർത്ത. ഇസ്രായേൽ കിൽസ് 17 ഇൻ ലെബനൻ ആസ് ട്രംപ് സേസ് US ഇറാൻ ഇൻ ഫൈനൽ ത്രോസ് ഓഫ് ഡീൽ എന്നാണ് പറയുന്നത്. അതായത് ഈ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യുദ്ധം നിർത്തിയെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിന് പിന്നാലെ ട്രംപ് ഈ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്, ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ ഇത് മുഖവിലക്കെടുത്തില്ല. ഇറാൻ അതിഭയാനകമായ രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇസ്രായേലി അറ്റാക്ക് അക്രോസ് സദേൺ ലെബനൻ have killed at least 17 people and forced thousands to flee just hours after United States President Donald Trump insisted a peace deal with Iran was imminent എന്നാണ് പറയുന്നത്. അതായത് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 17ഓളം പേർ മരിച്ചു, അതുപോലെ 1000ഓളം പേർ പലായനം ചെയ്തു. അതീവ ഗുരുതരമായ അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ആക്രമണങ്ങൾ ലെബനന് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നോക്കുക, ഇസ്രായേൽ അടിയിരന്ന് വാങ്ങാൻ പോകുന്നതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും വീണ്ടും ഇറാന്റെ കനത്ത പ്രഹരമേറ്റുമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയെയും ഒരുപോലെ കുടുക്കിലാക്കുന്ന ഇസ്രായേലിൻ്റെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നോക്കൂ, ലെബനൻസ് സ്റ്റേറ്റ് റൺ നാഷണൽ ന്യൂസ് ഏജൻസി NNA സെറ്റ് an Israeli strike on the Al Mazaken neighborhood in the city of Tyre killed 8 people and wounded 35 others, including 3 children എന്നാണ് ആ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ പലയിടങ്ങളിലായി വ്യാപകമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും അതുപോലെ തന്നെ അതിനുശേഷവും പല ഘട്ടങ്ങളിൽ സദേൺ ലെബനനിലേക്ക് അടക്കം ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു നിർണായകമായ വിവരം, ഇതിന് കൃത്യമായ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ പിന്മാറുന്നൊരു ലക്ഷണം ഇതുവരെ കാണിക്കുന്നില്ല. ഹിസ്ബുള്ള തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അതിശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിന് നേരെ തിരിച്ചടി കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ വെടിനിർത്തൽ കരാറിൻ്റെ ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ സമാധാന കരാറിൽ ഒപ്പിടാത്തതിൻ്റെ ഒരു കാരണമായി ഇറാൻ പറഞ്ഞിരുന്നത് ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്, അതുകൊണ്ട് ഈ കരാറിൽ ഒപ്പിടാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് പറയുന്നു, നിങ്ങൾ യുദ്ധം നിർത്തണം, നമ്മൾ മുഴുവൻ സമാധാനത്തിലേക്ക് പോവുകയാണ്, നമുക്ക് പിന്മാറാം, ഇനി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ല, സമാധാന കരാർ പതുക്കെ തയ്യാറാക്കാം, ഇപ്പോൾ വെടിനിർത്തൽ നടക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത്.
പക്ഷേ അതിനുശേഷം ട്രംപ് ഒറ്റയടിക്ക് ഇറാന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അതിന് ട്രംപ് കാരണമായി പറയുന്നത് അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിൻ്റെ പ്രതികാരം കൂടി തീർത്തതിന് ശേഷം അമേരിക്ക ഏകപക്ഷീയമായി യുദ്ധം പിൻവലിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഇറാൻ അങ്ങനെ ഞങ്ങൾ യുദ്ധം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചടി തുടങ്ങി. ഇതോടുകൂടി ഇസ്രായേൽ ലെബനനിലും ആക്രമണം നടത്തി. ലെബനനിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാപകമായി ലെബനന്റെ പല മേഖലകളും ആക്രമിക്കുന്നു. ചെറു നഗരങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് പോലും പോയി എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഹിറ്റ്സ് ബെയ്റൂട്ട്സ് സബർബൻ ഇൻ റിട്ടാലിയേഷൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ഹിസ്ബുള്ള എന്ന് പറയുന്നു. അതായത് തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിലൊക്കെ വലിയ സ്ഫോടനങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനോടുള്ളൊരു വെല്ലുവിളിയാണ്. കാരണം അമേരിക്ക കഴിഞ്ഞ മണിക്കൂറിൽ ഇറാൻ്റെ 20ഓളം കേന്ദ്രങ്ങളിൽ വ്യാപകമായ ആക്രമണം നടത്തുന്നു. അതേസമയം തന്നെ ഇറാൻ വിലക്കിയിട്ടും ലെബനാനിലേക്ക് ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങൾ നടത്തി 17ഓളം പേരെ കൊലപ്പെടുത്തുന്നു. 1000-ലധികം പേർ പലായനം ചെയ്യുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരേ സമയം രണ്ടിടങ്ങളിൽ നിന്ന് ഇറാന് വലിയ പ്രകോപനമാണ്. അപ്പോൾ അതിനുള്ള തിരിച്ചടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നു തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ ഇപ്പോഴും പറയുന്നത്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായാലും IRGC ആയാലും ഒക്കെ പറയുന്നത്, ഒരു ചർച്ചയും എവിടെയും എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും. ഒരു ഘട്ടത്തിലും അവരുടെ ആവശ്യങ്ങൾ, അതായത് അമേരിക്ക പറയുന്ന ഏകപക്ഷീയമായ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നത് വരെ, ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നത് വരെ ഒരു കാരണവശാലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി, അല്ലെങ്കിൽ നാളെ ഇന്ത്യൻ സമയം പുലർച്ചയോടുകൂടി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ, ഒപ്പം ഗൾഫ് മേഖലയിലെ ഒരു പക്ഷേ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ, ഇപ്പോൾ ജോർദാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ബഹ്റൈനിലെ US കപ്പൽപ്പടയുടെ ആസ്ഥാനം പോലുള്ള പല സ്ഥലങ്ങളിലേക്കും കടുത്ത ആക്രമണങ്ങൾ ഇറാൻ നടത്താനുള്ള സാധ്യതയുണ്ട്. പക വീട്ടുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ്റെ നിലപാട്. അങ്ങനെ വരികയാണെങ്കിൽ ഗൾഫ് മേഖല വലിയ ആശങ്കയിലേക്ക് പോകുന്ന വിധത്തിലുള്ള തീവ്രമായ പ്രശ്നങ്ങളിലേക്ക് ഈ പശ്ചിമേഷ്യ എടുത്തെറിയപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലെബനനെ കടന്നാക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ അതിഭീകരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, പക വീട്ടാൻ ഉറച്ച് അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനുമെതിരെ ഒരേ നേരം തലങ്ങും വിലങ്ങും അടിക്കാനുള്ള നീക്കത്തിലാണ് ഇറാനുള്ളത്. അത് ഇന്ന് രാത്രി മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കും എന്ന സൂചനകൾ തന്നെയാണ് ഈ മണിക്കൂറിലും പുറത്തു വരുന്നത്.